അപ്രതീക്ഷിതമായി പവർ ലിഫ്റ്റിംഗിൽ മത്സരിക്കാനെത്തി. പിന്നീട് നിരവധി മെഡലുകൾ വാരിക്കൂട്ടി. ഇന്ന് നാടിന്റെ താരമായി മാറിയ കോഴിക്കോട് കോട്ടൂളി സ്വദേശിയായ ഇല്ലത്തുമേത്തിൽ ശ്വേത എന്ന പവർ ലിഫ്റ്റിംഗ് താരത്തിന്റെ വ്യത്യസ്തമായ വിശേഷമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ബാഡ്മിന്റൺ കളിക്കുന്ന കൂട്ടുകാരിക്കൊപ്പം കൂട്ടുപോയതായിരുന്നു ശ്വേതയുടെ ആദ്യത്തെ സ്പോർട്സ് അനുഭവം. പിന്നീട് കായിക ലോകത്തിന്റെ മികവിലേക്കുള്ള ഒരു വഴിത്തിരിവാവുകയായിരുന്നു ശ്വേതയുടെ ആ യാത്ര. കൂട്ടുകാരിയുടെ ബാഡ്മിന്റൺ കോച്ചാണ് പവർ ലിഫ്റ്റിംഗ് ആണ് ശ്വേതയുടെ വഴിയെന്ന് ആദ്യം കാണിച്ചു കൊടുത്തത്. കോഴിക്കോട്ടെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ശ്വേത കോച്ച് പറഞ്ഞ വഴിയെ സഞ്ചരിച്ചതിനാൽ ഇന്ന് നിരവധി മെഡലുകൾ വാരിക്കൂട്ടുന്ന താരമായി മാറിയിരിക്കുകയാണ്. മെയ് 15 മുതൽ 12 വരെ ഹോങ്കോങ്ങിൽ നടക്കുന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗിൽ മാറ്റുരയ്ക്കാനുള്ള അവസരമാണ് ശ്വേതയെ ഇപ്പോൾ തേടിയെത്തിയത്. അതും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഏക താരം. ഞാൻ ഫസ്റ്റ് ബാഡ്മിൻ്റൻ്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി ജിമ്മിൽ ജോയിൻ ചെയ്തിരുന്നു. അപ്പം ജിമ്മിൽ ജോയിൻ ചെയ്തപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന കണ്ട് താല്പര്യപ്പെട്ട് ചെയ്തു തുടങ്ങി. ഫസ്റ്റ് ഒരു സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ചെയ്തു. അതിൽ മെഡലൊന്നും വന്നില്ല. അപ്പം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മെഡൽ വരാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തൊരു സ്റ്റേറ്റ് ചെയ്തു. അതിലും സിൽവർ മെഡൽ വന്നു. പിന്നെ അതിൻ്റെ തുടർച്ചയായി നാഷണൽസ് പോയി. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു സ്റ്റേറ്റ് വന്നു, അതിൽ ഗോൾഡ് വന്നു. പിന്നെ നാഷണൽസ് പോയി, അതിലൊരു ബ്രോൺസ് വന്നു ഹൈദരാബാദ് വെച്ച് നടന്ന്. പിന്നെ തുടർച്ചയായി സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും നാഷണൽസൊക്കെ പോയി. ഇപ്പം കഴിഞ്ഞ സബ് ജൂനിയർ തെങ്കാശി വെച്ച് നടന്ന സബ് ജൂനിയർ നാഷണൽസിൽ ഗോൾഡ് കരസ്ഥമാക്കാൻ സാധിച്ചു. അതിനെ തുടർന്ന് ഏഷ്യയ്ക്കുള്ള സെലക്ഷനായിട്ട് ഫെഡറേഷൻ കപ്പ് ഇൻഡോറിൽ വെച്ച് നടന്നിരുന്നു. അപ്പം അതിന് സെലക്ഷൻ കിട്ടിയിട്ടാണ് ഹോങ്കോങ്ങിലേക്ക് ഏഷ്യ ചെയ്യാൻ ഉള്ള സെലക്ഷൻ കിട്ടിയത്. മികച്ച പരിശീലനമാണ് മലാപ്പറമ്പിലെ പരിശീലന കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നതെന്ന് ശ്വേത പറയുന്നു. ശ്വേതയുടെ കഴിവ് കണ്ടറിഞ്ഞാണ് പരിശീലകനായ കൃഷ്ണകുമാർ പ്രത്യേക പരിശീലനം നൽകുന്നത്. ട്രെയിനിങ് വരുന്നത് രാവിലെയും വൈകുന്നേരം ആഴ്ചയിൽ 6 ദിവസം ചെയ്യുന്നുണ്ട്. പിന്നെ സ്ക്വാട്ട്, ബെഞ്ച്, ഡെഡ് ലിഫ്റ്റ് ഇങ്ങനെ 3 ഇതിലായിട്ടാണ് പവർ ലിഫ്റ്റിങ്ങിൻ്റെ ട്രെയിനിങ് വരുന്നത്. ഇപ്പം ഇൻഡോറിൽ വെച്ച് ഇതിൻ്റെ സെലക്ഷൻ നടക്കുകയുണ്ടായി ഫെഡറേഷൻ കപ്പിൽ. അതിലൂടെയാണ് നമ്മൾ സെലക്ഷൻ നേടിയെടുത്തത്. ഇതിനു മുമ്പേ അതേപോലെ തെങ്കാശി വെച്ച് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വിന്നറായിരുന്നു ശ്വേത. ഇപ്പം ഹോങ്കോങ് വെച്ച് നടക്കുന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുള്ള കോഴിക്കോട് നിന്നുള്ള ഏക വ്യക്തിയാണ് ശ്വേത. സ്ക്വാട്ട് ലിഫ്റ്റ്, ബെഞ്ച് ലിഫ്റ്റ്, ഡെഡ് ലിഫ്റ്റ് തുടങ്ങി 3 ഇനങ്ങളാണ് ശ്വേത ഹോങ്കോങ്ങിൽ രാജ്യത്തിനു വേണ്ടി മാറ്റുരയ്ക്കുന്നത്. സംസ്ഥാന സബ് ജൂനിയർ പവർ ലിഫ്റ്റിംഗിൽ 2 തവണ സ്വർണം നേടിയിട്ടുണ്ട് ശ്വേത. കൂടാതെ 2022 ഹൈദരാബാദിൽ നടന്ന നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും 2023 തെങ്കാശിയിൽ നടന്ന നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും 2022 സൗത്ത് ഇന്ത്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും തുടങ്ങിയ നിരവധി മെഡലുകൾ ശ്വേതയുടെ മികവിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഏഷ്യയ്ക്കുള്ള പ്രിപ്പറേഷൻസ് രാവിലെയും വൈകുന്നേരവും ആയിട്ട് 2 സെക്ഷനായിട്ടാണ് നടക്കുന്നത്. ആഴ്ചയിൽ 6 ദിവസം നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയും ഇതേപോലത്തെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനാണ് എൻ്റെ ആഗ്രഹം. ഇനിയും സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ടി പവർ ലിഫ്റ്റിംഗിന്റെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ നേടണമെന്നാണ് ശ്വേതയുടെ ആഗ്രഹം. അതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ശ്വേത എന്ന ഈ മിടുക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.